കാണിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ മാത്രമല്ല ഇവിടെ ഞങ്ങൾ വന്നത് എന്താന്ന് വെച്ചാല് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ചേട്ടാ, തോന്നലാണ് എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ വളരെ നല്ല രീതിയിലാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ പാരന്റ്സിന് ഇഷ്ടമാണ്, പക്ഷെ ചില കാര്യങ്ങള് എല്ലാ പാരന്റ്സും ഇങ്ങനെയല്ല. പക്ഷെ മോശമായിട്ടുള്ള ആൾക്കാർ ലോകത്തുള്ളത് പോലെ തന്നെ ഇപ്പൊ പാർട്ട്നേഴ്സ് ആണെങ്കിലും പാരന്റ്സ് ആണെങ്കിലും മക്കളിൽ എല്ലാത്തിലും മോശമുണ്ട് നല്ലതുണ്ട്. ലൈഫിലെ കാര്യങ്ങളും അറിയാതെ ജഡ്ജ്മെന്റലായിട്ട് ഇങ്ങനെ പറയുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അവരെ കുറിച്ച് ധാരണകളില്ല, അവരെ കുറിച്ച് എന്താണെന്ന് കൂടുതൽ അറിയാം. അങ്ങനെ ഒരു സംശയം തോന്നാനുള്ള കാരണം എന്തായിരിക്കും? നമ്മൾ സംസാരിച്ചിട്ടുണ്ടായില്ലേ, റിലേഷൻഷിപ്പിലാവുമ്പോ നമ്മള് ഇപ്പൊ ഒരു പാർട്ട്ണറിനോട് നമ്മൾ എങ്ങനെ സംസാരിക്കാം അതുപോലെയൊക്കെ സംസാരിച്ചപ്പോൾ നീ പഠിച്ചാ, നീ ചാപ്റ്റർ പഠിച്ചോന്നല്ലോ നമ്മൾ ചോദിക്കാം. പിന്നെ എങ്ങനെയാ ഇല്ല, ഉമ്മമാർക്ക് അങ്ങനെ ഒരു സംശയം തോന്നാനുള്ള കാരണം എന്തായിരിക്കും? ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ബിഗ് ബോസ് എന്ന ഷോ ഒട്ടുമിക്ക ആൾക്കാരും കാണുന്ന ഒരു പരിപാടി തന്നെയാണ്. അതായത് പ്രായഭേദമന്യേ ചെറിയതെന്നോ വലുതെന്നോ പ്രായം ചെന്നതെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാവരും ഒട്ടുമിക്ക ആൾക്കാരും കാണുന്ന ഒരു ഷോ തന്നെയാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത്. ഈ ഷോയില് ഒരു ലെസ്ബിയൻ കപ്പിളായ നൂറ, ആദില എന്നീ രണ്ട് വ്യക്തികളുണ്ട്. ലെസ്ബിയൻ കപ്പിള്. അവരെ കണ്ടിട്ട് ഒരു പെൺകുട്ടി, ഒരു ചെറിയ പെൺകുട്ടി അതിന്റെ അമ്മയോട് ചോദിക്കുകയാണ്. ശരിക്കും പറഞ്ഞ ആ ചോദ്യം കേട്ടിട്ട് ആ അമ്മ തന്നെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ചെയ്യുന്നത്. എന്താ പറയാ, ഇപ്പോഴത്തെ കാലം ഇത് എങ്ങോട്ടായി പോകുന്നത്? ആ പെൺകുട്ടി ചോദിച്ചത് കേട്ട് ആ അമ്മ അന്തം വിട്ട് നിന്നു പോവുക ചെയ്യും. ആ പെൺകുട്ടി അമ്മയോട് പറഞ്ഞത് ഇതാട്ടോ: എന്റെ 8 വയസ്സുള്ള മോൾ ഇന്നലെ പറയുകയാണ്, ഞാൻ വലുതാകുമ്പോൾ ആദിലയുടെയും നൂറയുടെയും പോലെയാണ് കല്യാണം കഴിക്കുകയെന്ന്. പകച്ചുപോയി ഞാൻ ഇത് കേട്ടപ്പോൾ. എന്താണ് അവളോട് ഞാൻ മറുപടി പറയുക എന്ന് പോലും എനിക്ക് അറിയുന്നില്ല. ശരിക്കും എന്താണ് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടത് എന്ന് നിങ്ങൾക്കറിയുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യൂ. ബിഗ് ബോസ് ഷോ അവളെ കാണിക്കാറില്ല. ഫോണും ഒരു ദിവസം അരമണിക്കൂറിൽ കൂടുതൽ കൊടുക്കാറില്ല. എന്നിട്ടും അവൾ എങ്ങനെയോ ഷോർട്സിൽ എവിടെയോ ഇത് കണ്ടു. ഏഷ്യാനെറ്റ് എന്ന ഒരു പോപ്പുലർ ചാനലിലെ മെജോറിറ്റി ആൾക്കാരും കാണുന്ന ബിഗ് ബോസ് എന്ന ഷോയിലാണ് ലെസ്ബിയൻ കപ്പിൾ വന്നിട്ടുള്ളത്. ഒരുപാട് കുട്ടികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. എന്റെ മോളുടെ കാര്യമല്ല, അവൾ ചെറുതാണ്. ടീനേജിലൊക്കെ നിൽക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ കട്ട സൗഹൃദങ്ങളെ തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കട്ടെ. പക്ഷെ ഇങ്ങനെ ഒരു ഹോർമോൺ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാത്തവർ പോലും ഈ പാത തെരഞ്ഞെടുക്കുമോ എന്ന് ഇപ്പോൾ ശരിക്കും പേടിയാവുന്നു. ആ കുട്ടിയുടെ അമ്മയുടെ ഒരു നോട്ടാണ് ഇത് കേട്ടോ. ആ അമ്മ കുറിച്ചതാണ് ഈ ഇത്രയും വാക്കുകൾ. ശരിക്കും ഇപ്പൊ വളർന്നു വരുന്ന ഒരു തലമുറയിൽ നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലമാണ്. ആ ചെറിയ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട്, ഞാൻ വളർന്നു വരുമ്പോ ഞാനൊരു പെൺകുട്ടിയെ തന്നെയാണ് കല്യാണം കഴിക്കുക എന്ന്. ശരിക്കും ആ അമ്മ ഞെട്ടിപ്പോവാൻ വേറെ വല്ലതും വേണോ? ആ അമ്മ പറയുന്നുണ്ട് അവള് കൊച്ചാണ്, അവള് വളർന്നു വരുമ്പോ ഞാൻ മനസ്സിലാക്കി കൊടുത്തോളാം. പക്ഷെ ഒരുപാട് പെൺകുട്ടികൾ ഇത് കണ്ടോണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ ഇവര് തമ്മിൽ ഇത്രയ്ക്ക് അറ്റാച്ച്മെന്റും കാര്യങ്ങളും ഒക്കെ ഇത്തരം ഒരു ഷോയിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുമ്പോൾ ശരിക്കും പല പെൺകുട്ടികളും വഴിതെറ്റി പോകാനുള്ള ഒരുപാട് ചാൻസ് ഉണ്ട്. അത് ഹോർമോൺ പ്രശ്നമൊന്നുമല്ല, പല സൗഹൃദങ്ങളും പ്രണയത്തിലേക്ക് മാറിപ്പോവുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് ഹണിമൂൺ ഒന്നുമില്ല? ഹണിമൂൺ പോയതാ, ഇനി അതൊക്കെ കഴിഞ്ഞ്. ഓ, പക്ഷെ ഇനിയും സെക്കൻഡ് ഹണിമൂണ് പോണം നമുക്ക്. സൺഡേ ആയിട്ട് ഫണ്ണൊന്നുമില്ല. നമുക്കെന്നും ഹണിമൂൺ അല്ലേ അല്ലേ? പിന്നെ ഇത്തരം ആൾക്കാരെ ഈ ബിഗ് ബോസ് എന്ന ഷോയിൽ വിളിച്ചു കയറ്റിയിട്ട് എന്ത് മെസ്സേജാണ് അവർ സമൂഹത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്? വളർന്നു വരുന്ന തലമുറകളും വീണ്ടും ഇവരെ കണ്ടിട്ട് അനുകരിച്ച് അങ്ങനെ പെണ്ണും കല്യാണം കഴിച്ചിട്ട് പോകട്ടെ എന്ന് കരുതിയിട്ടാണോ ഈ ബിഗ് ബോസ് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ വിളിച്ചു വരുത്തി ഈ ഷോയിൽ പങ്കെടുപ്പിക്കുന്നത്? എത്രയോ ആൾക്കാർ കാണുന്ന ഒരു ഷോ ആണ്. അപ്പോ കുറച്ച് എന്താ പറയാ, ഇതുപോലെ പ്രചോദനം കൊടുക്കാത്ത, അതായത് ഇതുപോലുള്ള ലെസ്ബിയൻ കപ്പിളിനെ ഒന്നും കൊണ്ടുവരാതിരിക്കുക. കാരണം എന്ന് വെച്ചാൽ കുറെ കുട്ടികൾ കാണുന്നതാണ് ഇത്. കണ്ടോണ്ടിരിക്കുന്ന 100-ൽ ചിലതെങ്കിലും 1-2 മനസ്സിൽ ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കും. ഇപ്പൊ തന്നെ ഒരു ചെറിയ കുട്ടിയുടെ കാര്യം തന്നെ കണ്ടില്ലേ? അപ്പൊ ആ അമ്മയുടെ വേവലാതി കണ്ടില്ലേ? ഇതുപോലെ എത്രയോ പെൺകുട്ടികൾ ഇത് കാണുന്നതാണ്, എത്രയോ കുട്ടികൾ കാണുന്നതാണ്. അപ്പൊ വരുന്ന തലമുറ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണോ ഇവരെ പോലെയുള്ള ആൾക്കാരെ ഈ ഷോയിൽ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്? നമ്മള് ഇപ്പൊ ഇഷ്യൂനൊക്കെ മുന്നേ ഒരു ലൈഫ് ഉണ്ടായിരിക്കുമല്ലോ നമ്മുടെ പാരന്റ്സിന്റെ കൂടെ ഒക്കെ. ആ ഒരു ഫാമിലി അതൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ?
ഞാൻ മിസ് ചെയ്യുന്നില്ല. എനിക്ക് ഒരു ടോക്സിക് ലൈഫ് ലീഡ് ചെയ്യാൻ താല്പര്യമില്ല. അല്ല, റിലേഷൻ പിടിക്കുന്നതിന് മുന്നേ അതെന്നാ പറഞ്ഞ, ഞാൻ ഭയങ്കര സ്ട്രഗിൾ ചെയ്തിരുന്നു. കാരണം അല്ലാണ്ട് അവിടെ നിന്നോണ്ടിരുന്നേ. എന്നെ വേറെ ആൾക്കാരെ പിടിച്ച് കെട്ടിക്കാൻ നോക്കുന്നത്, എന്നോട് പോലും ചോദിക്കാണ്ട് ഇതാക്കാൻ നോക്കുന്നത്. സോ എനിക്ക് മിസ്സിംഗ് ഒന്നുമില്ല. എനിക്ക് ബ്രദർ ഉണ്ട്, അവനൊന്നും അറിയൂല. അപ്പൊ ഇവനോടൊക്കെ ഇവര് പാരന്റ്സ് ഫീഡ് ചെയ്ത് കൊടുക്കുന്ന വേറെ രീതിയിലാണ്. അതായത് ഞാൻ വേറെ എന്തിനോ പോയി, ഞാൻ വേറെ പണിക്ക് പോയി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാ ഫീഡ് ചെയ്യുന്നത്. ചെറിയ മക്കളല്ലേ, തെറ്റിദ്ധരിക്കും. മിസ് ചെയ്യുന്നുണ്ടോ? ഈ ബിഗ് ബോസ് നടത്തുന്നവരുടെ വീട്ടിലെ പെൺകുട്ടികള് അവര് പറയാണ് എനിക്ക് പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കണമെന്ന്. അവരൊരിക്കലും സാധിച്ചു കൊടുക്കുമോ? ഒരിക്കലും ഒരു മാതാപിതാക്കളും അതിന് സപ്പോർട്ട് നിൽക്കത്തില്ല. അവരൊരിക്കലും ആ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കത്തില്ല. പക്ഷെ ഈ വരുന്ന തലമുറയ്ക്ക് പ്രചോദനമാകാൻ വേണ്ടിയിട്ടായിരിക്കും, മോശം സന്ദേശം കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇതുപോലെയുള്ള ആൾക്കാരെ വിളിച്ചിട്ട് ഈ ബിഗ് ബോസിൽ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. നിങ്ങൾ രണ്ടൊരു പെൺകുട്ടികളല്ലേ, ആണുങ്ങളൊന്നും ഇല്ലല്ലോ, പിന്നെ നിങ്ങൾ എങ്ങനെയാ തടിക്കുന്നതൊക്കെ ചോദിച്ചിട്ടുണ്ട്. ബോഡി ഷേമിംഗ് ഒക്കെ കമന്റ്സ് അങ്ങനെ എന്തെങ്കിലും വരാറുണ്ടോ? ബോഡി ഷേമിംഗ് എനിക്ക് തോന്നിയത് ഫ്രണ്ട് റിലേറ്റഡ് ആയിട്ട് അങ്ങനെയൊക്കെ പറയും. ഓക്കെ. ഫ്രണ്ട് കൂടുതലാണ്, ഒരാൾക്ക് കുറവാണ്. ഇപ്പൊ അതെല്ലാവർക്കും ഒരേപോലെ ഇരിക്കൂലല്ലോ. ഞങ്ങളുടെ ഇന്റർവ്യൂ എടുക്കണം എന്ന് വിചാരിച്ചപ്പോ ചോദിക്കണം എന്ന് തോന്നി, പക്ഷെ ചോദിക്കാൻ കുറച്ച് പേടിയായിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ചോദിക്കണം എന്ന് തോന്നിയ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ചോദിച്ചപ്പോ നിങ്ങൾ തല്ലുമെന്ന് കരുതി ഞാൻ ചോദിക്കാതെ. അല്ലേ, അങ്ങനെയൊക്കെ ചോദിക്കുമല്ലോ നമ്മള്. മറ്റേതില് നിങ്ങൾ കാര്യങ്ങളൊക്കെ എങ്ങനെ പോണു? സുഖമായിട്ട് പോകുന്നു. നമുക്ക് ഒരു ചെറിയ കുട്ടി തന്നെ ചോദിച്ചത് കേട്ടില്ലേ? നാളെ പല മക്കളും ഇതുപോലെ തന്നെ പറയും, ഞങ്ങൾക്കൊരു പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കണമെന്ന്. ആരെങ്കിലും സാധിച്ചു കൊടുക്കുവോ? ഇല്ല. എന്തായാലും ഈ നൂറയ്ക്കും ആദിലയ്ക്കും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. വലിയ വലിയ സപ്പോർട്ടുമായിട്ട് ഒരുപാട് ആൾക്കാർ മുന്നോട്ട് തന്നെ വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവനവന്റെ വീട്ടിൽ വരുമ്പോഴേ, അവനവന്റെ ജീവിതത്തിൽ വരുമ്പോഴേ, ഈ ഒരു അവസ്ഥ അവനവന്റെ ജീവിതത്തിൽ വരുമ്പോഴേ അതിൻ്റെതായ ഒരു വേദനയും അതിന്റെ ഒരു ആഴവും ഒക്കെ മനസ്സിലാകത്തുള്ളു. ആ നൂറയുടെ ആദിലയുടെ മാതാപിതാക്കളൊക്കെ കരഞ്ഞ് കോടതിയിൽ വന്ന് കരഞ്ഞത് ഒക്കെ നമ്മൾ കണ്ടതാണ്. അവരെ ഒക്കെ എതിർത്തിട്ടാണ് ഈ രണ്ടെണ്ണം ഈ രീതിയിൽ കാണിച്ചു കൂട്ടുന്നത്. എന്നിട്ടും അവർക്ക് ഒരുപാട് സപ്പോർട്ടുമായിട്ട് ഒരുപാട് ആൾക്കാർ മുന്നോട്ട് വരുവാണ്. ആ സപ്പോർട്ടുമായിട്ട് മുന്നോട്ട് വരുന്ന അവരുടെ വീടുകളിൽ ഈ ഒരു സന്ദർഭം ഉണ്ടാവുമ്പോൾ മാത്രമേ അതിന്റെ ആ ഒരു വേദന അവർക്ക് മനസ്സിലാവുള്ളൂ. ഹായ്, ഞങ്ങൾ ആദില നൂറ. ഞാനാണ് ആദില, ഞാനൊരു ആലുവക്കാരിയാണ്. ഞാൻ നൂറ, എൻ്റെ നേറ്റീവ് കാലിക്കറ്റ് ആണ്. പിന്നെ ഇവളെന്റെ ലൈഫ് പാർട്ട്ണറും കൂടെയാണ്. ഞങ്ങളൊരു ലെസ്ബിയൻ കപ്പിളാണ്. പിന്നെ ഞങ്ങൾ IT പ്രൊഫഷണൽസ് ആണ്, അതുപോലെ തന്നെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സും ആണ്. ഇപ്പോഴും വീട്ടിലെ നാട്ടിലൊക്കെ ഞങ്ങളുടെ റിലേഷൻ ഒരു പ്രശ്നം തന്നെയാണ്. ഞങ്ങളത് ഒരു കൊച്ചു കുടുംബമാണ്. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ഫാമിലി എന്ന് പറയാനായിട്ട്. പിന്നെ ഞങ്ങളുടെ സിബ്ലിങ്സ് ആയിട്ടും പാരൻസ് ആയിട്ടും കോണ്ടാക്ട് ഇല്ല, കാരണം ഞങ്ങളുടെ റിലേഷൻഷിപ്പ് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ ഇപ്പൊ